ഇന്ന് നമുക്ക് ചീര കൂട്ടാൻ ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ ചീര ഒരു വലിയ ബൗൾ, തോരപ്പരിപ്പ് 1/2 കപ്പ്, ചിരകിയ തേങ്ങ 1 കപ്പ്, ഒരു പച്ചമുളക്, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, കുറച്ച് എണ്ണ, കടുക്, 2 റെഡ് ചില്ലി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇപ്പോൾ തോരപ്പരിപ്പ് നമുക്ക് ഒരു 1/2 hour സോക്ക് ചെയ്യാൻ വയ്ക്കാം, വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. അതൊന്ന് കുതിരട്ടെ. ഇപ്പോൾ ചിരകിയ തേങ്ങ, പച്ചമുളക്, ഒരു 1/2 സ്പൂൺ ജീരകം, ഇത് നമ്മൾ നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാൻ പോവാണ്. കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുക്കാം. തേങ്ങ, ജീരകം, പച്ചമുളക് അത് മൂന്നും അരച്ച് വെച്ചു. ഇപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഒരു കുക്കറിലിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 വിസിൽ വന്നു കഴിഞ്ഞു. നമുക്കിത് ഓഫാക്കാം. ഇപ്പം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നന്നായി വെന്ത് കഴിഞ്ഞു. നന്നായി ഉടച്ചു കൊടുക്കണം, നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമ്മൾ കുക്കർ അതിൽ വെച്ച് കഴിഞ്ഞു. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, ജീരകം, പച്ചമുളക് ഇതെല്ലാം അതിലിട്ട് ഒന്നുകൂടി അതിനെ വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല, നമുക്കിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പം നന്നായി തിളച്ച് കഴിഞ്ഞു. നമുക്കതിന് ഇത് സ്റ്റവ് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൽ കടുക്, റെഡ് ചില്ലി, ഇത് രണ്ടും എടുത്ത് വെച്ചിട്ടുള്ള കൂട്ടാനിലേക്ക് ഇടാം. അപ്പോൾ നമ്മളുടെ ചീരക്കൂട്ടാൻ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചീരക്കൂട്ടാൻ സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു.